ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചില യാത്രകൾ അനിവാര്യമാണ്. ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുവാനും ചില തിരിച്ചറിവുകൾ ലഭിക്കാനും. ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം അത്യന്താപേക്ഷിതമാണ്. ചിലതൊക്കെ തിരുത്തുവാനും ചിലത് പുതുക്കി പണിയുവാനും. ചില അന്വേഷണങ്ങൾ അനിവാര്യമാണ്. ചിലത് കണ്ടെത്തുവാനും ചിലത് പുനഃസ്ഥാപിക്കുവാനും. അത്തരമൊരു യാത്ര ഷെക്കേന ന്യൂസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായിരുന്ന ഏഷ്യ മൈനറിലേക്ക്, വെളിപാടിലെ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന ഏഷ്യ മൈനറിലേക്ക്, ക്രിസ്തു ശിഷ്യന്മാരും ആദിമ സഭാപിതാക്കന്മാരും ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച ഏഷ്യ മൈനറിലേക്ക് ഇന്ന് ക്രൈസ്തവർ വെറും 0.2% മാത്രമുള്ള ആധുനിക തുർക്കിയിലേക്ക്. ഒരു യാത്രയുടെ തുടക്കത്തിലാണ് ഷെക്കേന ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നാം നിൽക്കുന്നത് പരിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏഷ്യ മൈനർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന തുർക്കിയുടെ മണ്ണിലാണ്. ഒരു കാലഘട്ടത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭകൾ വളരെ സമ്പന്നമായും വളരെ പ്രൗഢവുമായും തഴച്ച് വളർന്ന ഒരു മണ്ണാണ് തുർക്കി. വലിയ രീതിയിലുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ, ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ ഈ തുർക്കിയുടെ മണ്ണിൽ ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 2000 വർഷങ്ങൾക്കിപ്പുറം നാം ഇവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി, അക്ഷരാർത്ഥത്തിൽ വളരെ മൈനോറിറ്റി ആയിട്ട് തുർക്കിയുടെ മണ്ണിൽ ക്രൈസ്തവർ മാറിയിരിക്കുകയാണ്. തുർക്കിയുടെ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആദിമ സഭാപിതാക്കന്മാർ നടന്നു നീങ്ങിയ മണ്ണ്, ഈശോയുടെ 6 അപ്പസ്തോലന്മാർ ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച മണ്ണ്. എന്നാൽ ഇന്ന് എന്താണ് അന്ന് വളരെ സമ്പന്നമായിരുന്ന പ്രൗഢമായിരുന്ന ആ സഭകൾക്ക് സംഭവിച്ചത്? ആ ഒരു അന്വേഷണത്തിനായുള്ള യാത്രയിലാണ് ഷെക്കേന ന്യൂസ്. ഒരു തേങ്ങലോടുകൂടി മാത്രമേ തുർക്കിയുടെ മണ്ണിലൂടെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് തുർക്കിയിലേക്ക് ഈ യാത്ര എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ തുർക്കിയുടെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം അനിവാര്യമാണ്. ആ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ആഴ്ന്നിറങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്നതും നടുക്കമുളവാക്കുന്നതുമായ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. തുർക്കി സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ചവയും ഇന്നത്തെ സഭയിൽ, പ്രത്യേകിച്ച് കേരള സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമായും ഞെട്ടിക്കുന്ന ചില സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വാഗതം. വെളിപാടിലെ 7 സഭകൾ, മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും. ലോകത്തിലെ ഏത് രാജ്യത്തെക്കാളും സമ്പന്നമായ ചരിത്രമുള്ള രാജ്യമാണ് തുർക്കി. ഏകദേശം 10,000-ലധികം വർഷത്തെ ചരിത്രം ഈ രാജ്യത്തിന് അവകാശപ്പെടാനുണ്ട്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന അനറ്റോളിയ എന്ന പേരിലാണ് ഈ ഉപദ്വീപ് പൗരാണിക കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ വരവോടെ ഏഷ്യ മൈനർ എന്ന പേരിൽ ഈ പ്രദേശം പിന്നീട് പ്രശസ്തമായി. റോമ സാമ്രാജ്യത്തിന്റെ ഏഷ്യൻ പ്രൊവിൻസ് ആണ് ഏഷ്യ മൈനർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുർക്കിയുടെ കിഴക്കൻ ഭാഗം ഏഷ്യ വൻകരയിലാണ്. ഈ ഭാഗത്തെയാണ് ഏഷ്യ മൈനർ എന്ന് പറയുന്നത്. തുർക്കിയുടെ പടിഞ്ഞാറൻ ഭാഗം യൂറോപ്പിലാണ്. ഇസ്താംബുൾ നഗരം ഈ 2 വൻകരകളിലായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് പടിഞ്ഞാറായി ഈ നഗരത്തെ വേർതിരിക്കുന്നത് മർമാര കടലിടുക്കാണ്. മെഡിറ്ററേനിയൻ സമുദ്രത്തെ കരിങ്കടലുമായി യോജിപ്പിക്കുന്നതും റോമ സാമ്രാജ്യത്തെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിച്ചതും ഈ കടലിടുക്കാണ്. ലാറ്റിൻ സഭയെന്ന് അറിയപ്പെടുന്ന റോമിലെ സഭയുടെയും ജെറുസലേം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയ പൗരസ്ത്യ സഭകൾ ഉൾപ്പെടുന്ന കിഴക്കൻ സഭകളുടെയും അതിർത്തിയും മർമാര കടലിടുക്കാണ്. ക്രൈസ്തവ സഭാ ചരിത്രത്തിന്റെ പിള്ളത്തൊട്ടിലാണ് ഈ പ്രദേശങ്ങൾ. ആധുനിക തുർക്കിയുടെ ഏകദേശം 96% പ്രദേശങ്ങളും ഏഷ്യ മൈനറിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമായാണ് ഏഷ്യ മൈനർ പ്രദേശം നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള ജനങ്ങളുടെ സംഗമ ഭൂമിയായും യുദ്ധഭൂമിയായും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ക്രൈസ്തവ പീഡനങ്ങളും വിവിധ ദൈവശാസ്ത്ര ചിന്താധാരകളും വാദപ്രതിവാദങ്ങളും സംഘർഷങ്ങളും മുഖരിതമാക്കിയ പ്രദേശം കൂടിയാണ് ഏഷ്യ മൈനർ. എങ്ങനെയാണ് ഏഷ്യ മൈനർ ക്രിസ്തു വിശ്വാസത്തിന്റെ ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായി മാറിയത്? അതറിയണമെങ്കിൽ തുർക്കിയുടെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. ചരിത്രത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ സുപ്രധാനമായ സ്ഥാനമാണ് ഏഷ്യ മൈനറിനുള്ളത്. അതിനുള്ള കാരണങ്ങൾ പലതാണ്. പൗരാണിക കപ്പൽ വാണിജ്യ പാതകളുടെ സംഗമ സ്ഥാനത്ത് നിലകൊണ്ടിരുന്ന നിരവധി തുറമുഖ പട്ടണങ്ങൾ ഏഷ്യ മൈനറിൽ നിലനിന്നിരുന്നു. എഫേസൂസ്, സ്മിർണ, മിലേറ്റൂസ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. അതിനാൽ തന്നെ ഏഷ്യ മൈനറിലെ പല പ്രദേശങ്ങളും പൗരാണിക കാലഘട്ടത്തിൽ തിരക്കേറിയ ആഗോള വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. തുറമുഖങ്ങളെ കിഴക്കൻ മേഖലയിലെ ബാബിലോൺ പോലുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന റോഡുകൾ ഏഷ്യ മൈനറിന്റെ ജീവനാഡികളായിരുന്നു. മെഡിറ്ററേനിയൻ കടൽ, ഈജിയൻ കടൽ, ബ്ലാക്ക് സീ എന്നിവയാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് ലോക ഭൂപടത്തിൽ ഏഷ്യ മൈനർ സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ടൈഗ്രീസ്, യൂഫ്രട്ടീസ് തുടങ്ങിയ നദികളുടെ ഉത്ഭവ സ്ഥാനവും ഇവിടെയാണ്. ചരിത്ര പ്രാധാന്യമേറിയ സിൽക്ക്, സ്പൈസ് റോഡുകളുമായുള്ള കണക്ടിവിറ്റിയും ഏഷ്യ മൈനർ പ്രദേശത്തെ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് കരുത്തേകി. പൗരാണിക കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന് ശേഷവും ആദിമ നൂറ്റാണ്ടുകളിൽ നിരവധി ആളുകളാണ് വിവിധ സാമ്രാജ്യങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വ്യാപാരത്തിനും മറ്റുമായി ഏഷ്യ മൈനറിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നത്. ചരിത്രത്തിന്റെ ഒരു ഘട്ടം വരെ വളരെ സമ്പൽ സമൃദ്ധമായിരുന്നു ഏഷ്യ മൈനറിന്റെ പല പ്രദേശങ്ങളും. ഏഷ്യ മൈനർ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മേഖലയുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഏഷ്യ മൈനറിനെ ചരിത്രത്തിൽ ഉടനീളം വളരെ അമൂല്യമേറിയ പ്രദേശമാക്കി മാറ്റി. മനുഷ്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കാലഘട്ടം മുതൽ തന്നെ നിരവധി സംസ്കാരങ്ങൾ ഈ സ്ഥലങ്ങളിൽ തഴച്ചു വളർന്നിരുന്നു. രാഷ്ട്രീയമായും സാമ്പത്തികമായും വാണിജ്യപരമായും തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടനവധി സാമ്രാജ്യങ്ങൾ ഏഷ്യ മൈനറിൽ പടയോട്ടം നടത്തുകയും ഈ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. BC 2000 ഏഷ്യ മൈനർ പ്രദേശം ഹിറ്റൈറ്റ്സ് അഥവാ പരിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഹിത്യരുടെ കൈവശമായിരുന്നു. BC 1200 കാലഘട്ടത്തിലാണ് ഏഷ്യ മൈനറിന്റെ തീരപ്രദേശങ്ങളിലേക്കുള്ള ഗ്രീക്ക് കുടിയേറ്റം ആരംഭിച്ചത്. അങ്ങനെയാണ് ഗ്രീക്ക് സംസ്കാരവും മതാചാരങ്ങളും ഏഷ്യ മൈനറിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. ഏഷ്യ മൈനറിന്റെ തീരപ്രദേശങ്ങളിൽ ഗ്രീക്ക് കോളനികൾ അങ്ങനെ ജന്മമെടുക്കാൻ തുടങ്ങി. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ് BC 300 ഏഷ്യ മൈനർ പ്രദേശത്തെ പൂർണ്ണമായും ഗ്രീക്ക് ആധിപത്യത്തിന് കീഴിലാക്കിയത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം നൈൽ മുതൽ ഇൻഡസ് വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിവിധ കഷ്ണങ്ങളായി ചിതറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ പട്ടാള ജനറൽമാർ കൈവശപ്പെടുത്തുകയും ഓരോരുത്തരും അവരുടേതായ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുവാനും തുടങ്ങി. അങ്ങനെയാണ് ഏഷ്യ മൈനർ കേന്ദ്രമാക്കി സെലൂസിഡ് രാജാവ് സെലൂസിഡ് സാമ്രാജ്യം സ്ഥാപിച്ചത്. ഈ കാലഘട്ടത്തെ സെലൂസിഡ് രാജാക്കന്മാർ നിരവധി യഹൂദരെ ഏഷ്യ മൈനറിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. ഈ യഹൂദ സമൂഹങ്ങൾ പിൽക്കാലത്ത് മേഖലയിലെ ക്രിസ്തു മതത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ചിതറിപ്പാർക്കുന്ന യഹൂദരെ തേടിയാണല്ലോ ക്രിസ്തു ശിഷ്യന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. BC 3-ാം നൂറ്റാണ്ടിൽ അന്തിയോക്യോസ് രണ്ടാമൻ വലിയൊരു യഹൂദ സമൂഹത്തെ എഫേസസ് പോലുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നു. തങ്ങൾ കീഴടക്കിയ പ്രദേശങ്ങളെ ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും മറ്റും കാത്തു സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങളോട് കൂറു പുലർത്തുന്ന യഹൂദരെ മെസൊപ്പൊട്ടേമിയയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഏഷ്യ മൈനറിൽ സെലൂസിഡ് രാജാക്കന്മാർ പാർപ്പിച്ചത്. BC 4-ാം നൂറ്റാണ്ടിനും 2-ാം നൂറ്റാണ്ടിനുമിടയിൽ ഏഷ്യ മൈനറിൽ രൂപീകൃതമായ ഹെലനൈസ്ഡ് യഹൂദ സമൂഹമാണ് പടിഞ്ഞാറൻ ഏഷ്യ മൈനറിൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ചത്. ഗ്രീക്ക് ഭാഷയും സംസ്കാരവും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച യഹൂദ സമൂഹങ്ങളെയാണ് ഹെലനൈസ്ഡ് യഹൂദർ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ എല്ലാ പ്രമുഖ പട്ടണങ്ങളിലും പൗരാണിക സിനഗോഗുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും.
പിന്നീട് റോമാക്കാർ BC 188 ഏഷ്യ മൈനർ പിടിച്ചെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. BC 63 ഏഷ്യ മൈനർ പൂർണ്ണമായും റോമാക്കാരുടെ കീഴിലായി. പിന്നീട് നൂറ്റാണ്ടുകളോളം ഏഷ്യ മൈനർ പ്രദേശം ഭരിച്ചത് റോമൻ സാമ്രാജ്യമായിരുന്നു. ഏഷ്യ മൈനർ പ്രദേശത്തിന്റെ പ്രതാപ കാലഘട്ടം എന്ന് നമുക്ക് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. പുറമേ നിന്നുള്ള കാര്യമായിട്ടുള്ള അധിനിവേശങ്ങൾ ഈ നാളുകളിൽ ഏഷ്യ മൈനറിൽ സംഭവിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് ഏഷ്യ മൈനർ പ്രദേശത്ത് ക്രിസ്തുമതം വേരുറപ്പിക്കുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്തത്. റോമ സാമ്രാജ്യം വിഭജിച്ചപ്പോൾ ഏഷ്യ മൈനർ പ്രദേശം കിഴക്കൻ റോമൻ സാമ്രാജ്യം അഥവാ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കീഴിലാവുകയായിരുന്നു. പൗരാണിക കാലഘട്ടത്തിലെ റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുടെ കടന്നുവരവ് ആദിമ നൂറ്റാണ്ടുകളിൽ ഏഷ്യ മൈനറിലെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന കർത്താവായ ദൈവം ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്കായി ഏഷ്യ മൈനറിന്റെ മണ്ണിനെ പാകപ്പെടുത്തി എന്നത് സൂചിപ്പിക്കുവാനാണ് പൗരാണിക കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിൽ നടന്ന പടയോട്ടങ്ങളുടെ ചരിത്രം പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വെളിപാടിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന 7 സഭകളിലേക്കുള്ള ഷെക്കേന ന്യൂസിന്റെ യാത്ര തുടരുകയാണ്. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ഇസ്താംബൂളിൽ നിന്നും ഏകദേശം 300 കിലോമീറ്ററോളം ഇവിടെ ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടേക്ക് നടത്തുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ ക്രൈസ്തവ സമൂഹങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങൾ, ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പേരെടുത്ത് പറഞ്ഞ ആ ഒരു സ്ഥലങ്ങൾ, ആ ഒരു സഭകൾ നിലനിന്നിരുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് അവിടേക്ക് യാത്ര ചെയ്യാം. ആദിമ സഭാപിതാക്കന്മാർ നടന്നു നീങ്ങിയ മണ്ണിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ നടന്നു നീങ്ങിയ മണ്ണിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ഈ 7 സഭകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിക്കാണാം. യഹൂദ സമൂഹങ്ങളുടെ സാന്നിധ്യം സാംസ്കാരികമായും വ്യവസായികമായും കാർഷികമായും അറിയപ്പെടുന്ന പ്രദേശങ്ങൾ, ലോകത്തെ വിവിധ ദേശങ്ങളുമായുള്ള വാണിജ്യ ബന്ധം, ക്രിസ്തു മതത്തിന്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളും ഏഷ്യ മൈനറിൽ സംഗമിക്കുകയായിരുന്നു. ക്രൈസ്തവ വിശ്വാസ വ്യാപനത്തിന്റെ ആരംഭ കേന്ദ്രങ്ങളായി പ്രദേശത്തെ യഹൂദ സമൂഹങ്ങൾ മാറുകയായിരുന്നു. ജനസംഖ്യ വളരെയധികമുള്ള നിരവധി പട്ടണങ്ങൾ ഏഷ്യ മൈനറിൽ സ്ഥിതി ചെയ്തിരുന്നു. പേഗൻ സംസ്കാരവും മതാചാരങ്ങളുമാണ് പല പട്ടണങ്ങളിലും നിലനിന്നിരുന്നത്. ഈ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് പിൽക്കാലത്ത് വെളിപാടിലെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന സഭകൾ ജന്മമെടുക്കുന്നത്. ചരിത്രത്തെ നിയന്ത്രിക്കുന്നവൻ കർത്താവായ ദൈവമാണ്. ചരിത്രത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃശികമല്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ക്രിസ്തു മതത്തിന്റെ വ്യാപനത്തിനായി ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഏഷ്യ മൈനറിന്റെ മണ്ണിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്ന അനുകൂല സാഹചര്യങ്ങളും ഘടകങ്ങളും. ഏഷ്യ മൈനറിൽ സുവിശേഷത്തിന്റെ ആദ്യ വിത്തുകൾ വിതയ്ക്കപ്പെട്ടത് പന്തക്കുസ്ത തിരുനാളിലാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം വിശുദ്ധ പത്രോസ് നടത്തിയ പ്രസംഗം കേട്ട ജനക്കൂട്ടത്തിൽ 3000-ഓളം പേർ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചതായി അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഏഷ്യ മൈനറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി നാം പരിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പ്രസ്തുത തിരുവചനത്തിൽ പരാമർശിച്ചിരിക്കുന്ന കപ്പദോക്കിയ, പോന്തസ്, ഏഷ്യ, ഫ്രീജിയ, പാംഫീലിയ തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ മൈനർ അഥവാ ഇന്നത്തെ ആധുനിക തുർക്കിയിലാണ്. തങ്ങൾ സ്വീകരിച്ച ക്രൈസ്തവ വിശ്വാസം തങ്ങളുടെ സ്വദേശത്തേക്കും അവർ എത്തിച്ചതായി നമുക്ക് അനുമാനിക്കാം. എങ്കിലും ഏഷ്യ മൈനറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിജാതീയരുടെ ഇടയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവന്നത് വിശുദ്ധ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ്. വിശുദ്ധ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വം ആദിമ സഭയുടെ ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു. വിശുദ്ധ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് സഭ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെടുന്നത്. എസ്തപ്പാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡനം നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല എന്ന് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം
11 അധ്യായം 19 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ജെറുസലേമിൽ ആദിമ നൂറ്റാണ്ടിൽ നടമാടിയിരുന്ന പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ആദിമ ക്രൈസ്തവരിൽ പലരും അഭയം തേടിയിരുന്നത് ഏഷ്യ മൈനർ പ്രദേശത്തായിരുന്നു. ആ ചിതറിക്കപ്പെടലിലൂടെയാണ് ക്രിസ്തീയതയുടെ വിത്തുകൾ ഏഷ്യ മൈനറിന്റെ മണ്ണിൽ കൂടുതൽ വിതയ്ക്കപ്പെടുന്നത്. പരിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ 2 പുസ്തകങ്ങളും രൂപപ്പെട്ടത് ഏഷ്യ മൈനറിലോ അല്ലെങ്കിൽ ഏഷ്യ മൈനറിലെ സഭകൾക്കോ വേണ്ടിയാണ്. തിരുവചനത്തിലെ നിരവധി ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് പശ്ചാത്തലമാവുകയോ അപ്പസ്തോലന്മാരുടെ എഴുത്തുകളുടെ ലക്ഷ്യസ്ഥാനമാവുകയോ ചെയ്തിട്ടുള്ളത് ഏഷ്യ മൈനറിലെ സഭകളാണ് എന്നത് ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതിയത് എഫേസൂസിൽ വെച്ചായിരുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനവും ഗലാത്യ ലേഖനവും എഴുതിയത് എഫേസൂസിൽ താമസിക്കുമ്പോഴായിരുന്നു. അദ്ദേഹം തടവറയിൽ കഴിയുമ്പോഴായിരുന്നു എഫേസൂസിലെയും ഏഷ്യ മൈനറിലെയും മറ്റൊരു പട്ടണമായ കൊളോസോസിലെ സഭകൾക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ എഴുതുന്നത്. കാതോലിക്ക ലേഖനങ്ങളായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1, 2, 3 ലേഖനങ്ങൾ എഫേസൂസിലെ സഭകൾക്ക് വേണ്ടി എഴുതിയവയായിരുന്നു. കൂടാതെ വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം ഏഷ്യ മൈനറിലെ സഭകൾക്ക് വേണ്ടിയും 2-ാം ലേഖനം ഇതിന്റെ തുടർച്ചയുമായിരുന്നു. പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്ന ലൂക്ക സുവിശേഷ രചന നിർവഹിച്ചത് ഏഷ്യ മൈനറിലെ അന്ത്യോക്യയിലോ എഫേസൂസിലോ നിന്നായിരിക്കുമെന്നാണ് കരുതുന്നത്. തിരുവചന ഗ്രന്ഥങ്ങളുടെ രചനയുമായി ബന്ധപ്പെട്ട് ഇത്രമേൽ സവിശേഷമായ പശ്ചാത്തലമാണ് ഏഷ്യ മൈനറിന് ഉള്ളത്. വിശുദ്ധ പത്രോസ്, വിശുദ്ധ അന്ത്രയോസ്, വിശുദ്ധ ഫിലിപ്പ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മത്തിയാസ്, വിശുദ്ധ ബർത്തലോമിയോ തുടങ്ങിയ ക്രിസ്തു ശിഷ്യന്മാരും വിശുദ്ധ പൗലോസ്, വിശുദ്ധ തിമോത്തി തുടങ്ങിയവരും ഏഷ്യ മൈനറിന്റെ മണ്ണിൽ സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെയാണ് ഏഷ്യ മൈനറിലെ വിവിധ സഭകൾക്ക് ജന്മം കൊടുത്തത്. വിശുദ്ധ പൗലോസിന്റെയും വിശുദ്ധ തിമോത്തിയുടെയും ജന്മദേശം കൂടിയാണ് ഏഷ്യ മൈനർ. അപ്പസ്തോല പിതാക്കന്മാരായ ഐറേനിയൂസും ഇഗ്നേഷ്യസും പോളികാർപ്പും പാപ്പിയാസും ഏഷ്യ മൈനറിലാണ് ജനിച്ചത്. അപ്പസ്തോല പ്രവർത്തികളിലെ ലിദിയ തൈത്തീറ സ്വദേശിനിയാണ്. വെളിപാട് പുസ്തകത്തിൽ പേരെടുത്ത് പറയുന്ന അന്തിപ്പാസ് പെർഗമം സ്വദേശിയാണ്. ജെറുസലേം കേന്ദ്രമായ വിശുദ്ധ നാടിന് ശേഷം ഇത്രയധികം ക്രിസ്തു ശിഷ്യന്മാരുടെയും ആദിമ സഭാപിതാക്കന്മാരുടെയും പാദസ്പർശമേറ്റ മറ്റൊരു പ്രദേശം ലോകത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം. സുവിശേഷത്തിന്റെ തീപ്പന്തങ്ങളായിരുന്ന വിശ്വാസത്തിനു വേണ്ടി കത്തി ജ്വലിച്ച നിരവധി വിശുദ്ധരെയും സഭാപിതാക്കന്മാരെയും സഭയ്ക്ക് സംഭാവന ചെയ്ത നാടുകൂടിയാണ് ഏഷ്യ മൈനർ. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞരായ കേസറിയയിലെ മാർ ബേസിൽ, ഗ്രിഗറി, ജോൺ ക്രിസോസ്റ്റം, മാർ തെയോദോർ തുടങ്ങിയ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ എക്കാലത്തും പരാമർശിക്കപ്പെടുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെല്ലാം ഏഷ്യ മൈനറിൽ നിന്നുള്ളവരാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ്, സ്മിർനയിലെ വിശുദ്ധ പോളികാർപ്പസ്, ഹിറപ്പോളിസിലെ പാപ്പിയാസ്, കപ്പദോക്യൻ പിതാക്കന്മാർ തുടങ്ങിയവരും ഏഷ്യ മൈനറിൽ നിന്നുള്ളവരാണ്. ഇവരുടെയൊക്കെ വീരോചിതമായ വിശ്വാസ ജീവചരിത്രങ്ങൾ ഏതൊരു ക്രൈസ്തവ വിശ്വാസിക്കും ആത്മീയ രോമാഞ്ചം പകരുന്നവ തന്നെയാണ്. മാത്രമല്ല, നോഹയുടെ കാലത്ത് സംഭവിച്ച പ്രളയത്തിൽ പ്രളയാനന്തരം പെട്ടകം ഉറച്ചത് തുർക്കിയിലെ അരാരത്ത് പർവ്വതത്തിലാണ് എന്ന് കരുതുന്നു. കൂടാതെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ പിതാവ് തേരഹിന്റെ ജന്മസ്ഥലമായ ഹാരാനും ഇന്നത്തെ തുർക്കിയിലാണ്. തുർക്കിയുടെ ക്രൈസ്തവ യഹൂദ പശ്ചാത്തലം ഇത്തരത്തിൽ വിവരണാതീതമാണ്. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് അടിസ്ഥാന ശിലപാകിയ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ അംഗീകരിച്ചിട്ടുള്ള ആദിമ നൂറ്റാണ്ടുകളിലെ 3 പൊതു സുനഹദോസുകൾ ഉൾപ്പെടെ ആദ്യത്തെ 7 സുനഹദോസുകളാണ് തുർക്കിയിലെ ഏഷ്യ മൈനറിലെ വിവിധ പട്ടണങ്ങളിൽ നടന്നിട്ടുള്ളത്. ക്രൈസ്തവ വിശ്വാസത്തിന് ഊടും പാവും നെയ്ത പൊതു സുനഹദോസുകളായ നിക്കിയയും കോൺസ്റ്റാന്റിനോപ്പിളും എഫേസൂസും ഏഷ്യ മൈനറിലാണ് സമ്മേളിച്ചത്. വിശ്വാസ പ്രമാണത്തിന് രൂപം നൽകിയ നിക്കിയ സുനഹദോസ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവയാണ്. നിക്കിയ ഇസ്നിക് എന്നും കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുളും എന്നുമാണ് ഇന്ന് അറിയപ്പെടുന്നത്. എഫേസൂസ് ഇന്നും ആ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അത് പുരാതന നഗരത്തിന്റെ പേര് മാത്രമാണ്. സെൽജുക്ക് എന്നാണ് അത് ഉൾപ്പെടുന്ന പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത്. എഫേസൂസിന് എഫേസ എന്നും പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ ജന്മസ്ഥലമായ താർസൂസ്, ഗലാത്യൻ പ്രദേശങ്ങൾ, ഗുഹകളിലെ സഭകൾക്ക് പേരുകേട്ട കപ്പദോക്യൻ മലനിരകളുമെല്ലാം ഏഷ്യ മൈനറിലാണ്. വെളിപാടിലെ 7 സഭകൾ.
പരിശുദ്ധ അമ്മ ഇഹലോകവാസ നാളുകളിലെ അവസാന വർഷങ്ങൾ ചിലവഴിച്ച ഭവനം. ക്രിസ്തുമതം സ്വീകരിച്ചവരെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ച അന്ത്യോക്യ അഥവാ ആന്റിയോക്ക്. വിശുദ്ധ പത്രോസ് സ്ഥാപിച്ച പള്ളി. ആന്റിയോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ലോകത്തിലെ ആദ്യത്തെ പള്ളിയായാണ് അറിയപ്പെടുന്നത്. ഹാഗിയ സോഫിയ ദേവാലയം. ഇതെല്ലാം ഏഷ്യ മൈനറിലെ പ്രൗഢമായ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ചില തെളിവുകൾ മാത്രമാണ്. സഭാഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ആദിമ നൂറ്റാണ്ടുകളിൽ സ്ഥാപിക്കപ്പെട്ട ആഗോള ക്രൈസ്തവ സഭയുടെ പെൻറ്റാർക്കി 5 പാത്രിയാർക്കേറ്റുകളിൽ 2 ഏഷ്യ മൈനറിലായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളും ആന്റിയോക്കും, റോം, അലക്സാണ്ട്രിയ, ജെറുസലേം തുടങ്ങിയവയായിരുന്നു ഏഷ്യ മൈനറിന് പുറത്തുള്ള മറ്റു 3. ഏഷ്യ മൈനർ പ്രദേശത്തെ 60% പ്രദേശങ്ങളുടെ പേരുകളും പരിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. പുതിയ നിയമത്തിൽ ഏകദേശം 20ഓളം തവണയാണ് ഏഷ്യയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. അവയിൽ ചില വചനഭാഗങ്ങൾ ഇവയാണ്. പുതിയ നിയമത്തിൽ ഏഷ്യ എന്ന പരാമർശം സൂചിപ്പിക്കുന്നത് മുഴുവൻ ഏഷ്യൻ ഭൂഖണ്ഡത്തെയല്ല, മറിച്ച് റോമൻ പ്രൊവിൻസ് ഓഫ് ഏഷ്യ അഥവാ ഏഷ്യ മൈനറിനെ ആണ് എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക തുർക്കിയിലെ ഏഷ്യ മൈനറിനെ സെക്കൻഡ് ഹോളി ലാൻഡ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഏഷ്യ മൈനറിൽ സുവിശേഷ പ്രഘോഷണത്തിനായി ദൈവമൊരുക്കിയ അനന്ത സാധ്യത ആദിമ സഭാപിതാക്കന്മാരും ക്രിസ്തു ശിഷ്യന്മാരും തിരിച്ചറിഞ്ഞിരുന്നു. ക്രിസ്തു ശിഷ്യരുടെയും വിശുദ്ധ പൗലോസിന്റെയും ആദിമ സഭാപിതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ധീരതയാർന്ന സുവിശേഷ പ്രഘോഷണവും മിഷൻ പ്രവർത്തനങ്ങളും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഫലമണിഞ്ഞതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. AD 100 തന്നെ ഏകദേശം 40ഓളം ക്രൈസ്തവ സമൂഹങ്ങൾ ഏഷ്യ മൈനറിലും മെസപ്പൊട്ടോമിയ പ്രദേശങ്ങളിലുമായി സ്ഥാപിതമായി കഴിഞ്ഞിരുന്നു. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ചരിത്രകാരന്മാരിൽ ചിലർ മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ച് ആദിമ നൂറ്റാണ്ടുകളിലെ ഏഷ്യ മൈനറിലെ ക്രൈസ്തവ ജനസംഖ്യ സംബന്ധിച്ച് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. AD 100 റോമ സാമ്രാജ്യത്തിന്റെ 0.01% ക്രൈസ്തവർ. ഇതിലും വളരെ കൂടുതലായിരുന്നു അന്നത്തെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുമുണ്ട്. ആ കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിലെ ക്രിസ്തു മതത്തിന്റെ വളർച്ച സൂചിപ്പിക്കുന്ന ഒരു ചരിത്രരേഖ നമ്മുടെ മുമ്പിലുള്ളത് വടക്കൻ ഏഷ്യ മൈനറിലെ ബിഥീനിയുടെ ഗവർണറായിരുന്ന പ്ലിനി അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ട്രാജന് AD 112 എഴുതിയ ഒരു കത്താണ്. അതിൽ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: പ്രവിശ്യ മുഴുവൻ ക്രിസ്തുമത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ ആളില്ലാതായി തീർന്നിരിക്കുന്നു. പ്രായഭേദമന്യേ പദവി ഭേദമന്യേ നിരവധി പേരാണ് ഈ പുതിയ മതത്തിലേക്ക് ചേരുന്നത്. ആ കത്തിലെ സുപ്രധാനമായിട്ടുള്ള പരാമർശങ്ങൾ മേൽപ്പറഞ്ഞവയാണ്. നഗര കേന്ദ്രീകൃതമായിട്ടാണ് ആദ്യ നാളുകളിൽ ഏഷ്യ മൈനറിൽ ക്രിസ്തു മതം വളർന്നത്. 2-ാം നൂറ്റാണ്ടിൽ ഈ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ജനസംഖ്യയുടെ 0.35% ക്രൈസ്തവർ വളർന്നു. 2-ാം നൂറ്റാണ്ടിലാണ് ഏഷ്യ മൈനറിൽ നഗര കേന്ദ്രീകൃതമായി വളർന്നിരുന്ന ക്രിസ്തുമതം ഫ്രിജിയ പോലുള്ള ഉൾപ്രദേശങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും കൂടുതൽ വ്യാപിച്ചത്. AD 250 2% ക്രൈസ്തവർ വളർന്നു. 4-ാം നൂറ്റാണ്ടിലാണ് ശരവേഗത്തിലുള്ള വളർച്ച ക്രിസ്തുമതത്തിന് ലഭിച്ചത്. AD 312 മുഴുവൻ ജനസംഖ്യയുടെയും 50% ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. AD 350 റോമ സാമ്രാജ്യത്തിലെ പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ ഭൂരിപക്ഷ മതവിഭാഗമായി ക്രൈസ്തവർ മാറിക്കഴിഞ്ഞിരുന്നു. 56% ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ ജനസംഖ്യ. AD 380 ഏഷ്യ മൈനറിൽ പേഗനിസം ഏകദേശം അവസാനിക്കുകയും ക്രിസ്തുമതം ഔദ്യോഗിക മതമായി മാറുകയുമായിരുന്നു. 11-ാം നൂറ്റാണ്ട് വരെ ഏഷ്യ മൈനറിലെ ജനസംഖ്യയുടെ 90%-ലധികവും ക്രൈസ്തവരായിരുന്നു.
ആ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ച് ഏഷ്യ മൈനർ ഭരിച്ചിരുന്ന ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ ഭരണം ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സഭകളുടെ പ്രതാപ കാലഘട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഹാഗിയ സോഫിയ പോലുള്ള ബൃഹത്തായതും പ്രൗഢഗംഭീരവുമായ നിരവധി ക്രൈസ്തവ പള്ളികളും നിർമ്മിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്ന് തുർക്കിയിലെ ക്രൈസ്തവ ജനസംഖ്യ എന്ന് പറയുന്നത് 0.2% മാത്രമാണ്. പതിനൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വരെ 90%-ഓളമായിരുന്നു തുർക്കിയിലെ ക്രൈസ്തവ ജനസംഖ്യ. 90% നിന്ന് 0.2%. തുർക്കിയിലെ ആകെ ജനസംഖ്യ 80 മില്യൺ ആണ്. ഇതിൽ വെറും 4 ലക്ഷത്തിനടുത്ത് മാത്രമാണ് ഇന്ന് ക്രൈസ്തവ ജനസംഖ്യ. അതിൽ കത്തോലിക്കരുടെ ജനസംഖ്യ വെറും 36,000 മാത്രമാണ്. ഇപ്പോൾ 99% മുസ്ലിം മതസ്ഥർ ആധിപത്യം സ്ഥാപിച്ച ഈ രാജ്യത്ത് 0.5% പോലും ക്രൈസ്തവർ ഇന്നില്ല. എന്നാൽ കൗതുകകരമായ ഒരു കാര്യം, ഇപ്പോൾ ഇവിടുത്തെ ജനസംഖ്യയിൽ 5%-ഓളം നിരീശ്വരവാദികളാണ് എന്നാണ്. അതായത് ക്രൈസ്തവ ജനസംഖ്യയേക്കാൾ 10 ഇരട്ടി നിരീശ്വരവാദികൾ തുർക്കിയിലുണ്ട്. ഇത് ഏകദേശം 50 ലക്ഷം ഉണ്ടാകുമെന്നാണ് പല ഗവേഷകരും അഭിപ്രായപ്പെടുന്നത്. ക്രൈസ്തവരെ പലപ്പോഴും രണ്ടാം കിട പൗരന്മാരായിട്ടാണ് തുർക്കിയിൽ ഇന്ന് കണക്കാക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളുടെ എണ്ണത്തിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായി 1915 മുമ്പ് തുർക്കിയിലെ അർമേനിയൻ ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള ദേവാലയങ്ങളുടെ എണ്ണം 2300 ആയിരുന്നെങ്കിൽ ഇന്നത് വെറും 34 മാത്രമാണ്. പൗരാണിക ക്രൈസ്തവ ദേവാലയങ്ങളെയും തുർക്കി ഇന്ന് ഇസ്ലാമികമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഹാഗിയ സോഫിയ ദേവാലയവും ചോര ചർച്ചും. രണ്ടാം നിക്യ സുനഹദോസ് ചേർന്നത് AD 787 അതിന് വേദിയായ നിക്കയിലെ ഹാഗിയ സോഫിയ ദേവാലയം സുൽത്താൻ ഓർഹാൻ ഗാസി 1331 തന്നെ മോസ്കാക്കി മാറ്റിയിരുന്നു. ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ 36-ഓളം അതിപുരാതന ദേവാലയങ്ങളാണ് ഓട്ടോമൻ ഭരണാധികാരികൾ മോസ്കുകളാക്കി മാറ്റിയത്. അധികം പഴക്കമില്ലാത്ത ആയിരക്കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങളും ഇപ്രകാരം മോസ്കുകളാക്കിയിട്ടുണ്ട്. ലോകത്തെ കൂടുതൽ മുസ്ലിം മോസ്കുകളുള്ള രാജ്യം ഇന്ന് ക്രൈസ്തവ പൈതൃകത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന ഏഷ്യ മൈനർ സ്ഥിതി ചെയ്തിരുന്ന തുർക്കിയിലാണ്. ഏകദേശം 90,000-ഓളം മോസ്കുകൾ. കിഴക്കൻ ക്രൈസ്തവ സഭകളുടെ ഈറ്റില്ലമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഇസ്താംബൂളിൽ മാത്രം 3000-ഓളം മോസ്കുകളാണുള്ളത്. ആദിമ ക്രൈസ്തവ സമൂഹം പ്രബലമായിരുന്ന ഒരു പ്രദേശമാണ് തുർക്കിയിലെ കാസ്റ്റമോനു. 2605-ഓളം മോസ്കുകളാണ് വെറും 4 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഇവിടെയുള്ളത്. അതായത് ഓരോ 145 ആളുകൾക്കും ഒരു മോസ്ക്. ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവർ ഭൂരിപക്ഷമായിരുന്ന തുർക്കിയിലെ പല പ്രദേശങ്ങളുടെയും അവസ്ഥ ഇന്ന് ഇത് തന്നെയാണ്. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ പ്രതാപ കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിന്റെ മുക്കിലും മൂലയിലും എണ്ണമറ്റ ക്രൈസ്തവ ദേവാലയങ്ങളും ആശ്രമങ്ങളും പണികഴിപ്പിക്കപ്പെട്ടിരുന്നു. 90%-ലധികം ക്രൈസ്തവ ജനസംഖ്യ ഉണ്ടായിരുന്ന തുർക്കിയിൽ ഇന്ന് ആകെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 1388 മാത്രമാണ്. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിന്റെ ചില തിരിശേഷിപ്പുകൾ മാത്രമേ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓട്ടോമൻ തുർക്കികൾ തകർത്തെറിഞ്ഞവയോ ഭൂകമ്പവും പ്രകൃതിക്ഷോഭവും കാലപ്പഴക്കവും നിമിത്തം തകർന്നടിഞ്ഞതോ ആയ പൗരാണിക ക്രൈസ്തവതയുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ മാത്രമേ തുർക്കിയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭയാനകമായ തകർച്ചയും വീഴ്ചയും തുർക്കിയിലെ സഭയിൽ എങ്ങനെ സംഭവിച്ചു? വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വിശുദ്ധ യോഹന്നാനും നേരിട്ട് സുവിശേഷം പ്രഘോഷിച്ച തുർക്കിയിലെ ക്രൈസ്തവ സഭകൾക്ക് എന്താണ് സംഭവിച്ചത്? അതറിയണമെങ്കിൽ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന വെളിപാടിലെ 7 സഭകളിലൂടെ നാം യാത്ര ചെയ്യണം. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ യേശുക്രിസ്തു പേരെടുത്ത് പറഞ്ഞ ആ പ്രദേശങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നാം മനസ്സിലാക്കണം. ഇസ്താംബൂളിൽ നിന്നും ഈജിയൻ കടൽ തീരം വഴി 400 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെർഗമത്തിൽ എത്തിച്ചേരാം. പെർഗമത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന 7 സഭകൾ നിലനിന്നത്. ഈ സഭകൾക്ക് ചുറ്റിലും നിരവധി കൊച്ചു സഭകളും അവിടെയെല്ലാമായി അനേകായിരം വിശ്വാസികളും ഉണ്ടായിരുന്നു.
പെർഗമത്ത് നിന്നും മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് തെക്ക് കിഴക്കൻ ദിശയിൽ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്മിർനയിലും 200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എഫേസൂസിലും എത്തിച്ചേരും. പെർഗമത്തിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് തിയതീറയും സാർദീസും ഫിലദൽഫിയയും ലവദോക്കിയയും സ്ഥിതി ചെയ്യുന്നത്. ഈ സഭകൾ നിലനിന്നിരുന്ന പട്ടണങ്ങളുടെ പേരുകൾ റോഡിലെ സൈൻ ബോർഡുകളിൽ തെളിയുമ്പോൾ വെളിപാട് പുസ്തകം മുന്നിൽ തുറന്ന പ്രതീതിയാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ എന്നതിൽ കവിഞ്ഞ് യാതൊരു പ്രസക്തിയും ഈ സ്ഥലങ്ങൾക്ക് ഇന്ന് ഈ പ്രദേശങ്ങളിൽ ഇല്ല. പലതിന്റെയും പേരുകൾ മാറിയിരിക്കുന്നു. പഴയ പട്ടണാവശിഷ്ടങ്ങൾ പുതിയ നഗരങ്ങളുടെ ഒരു ഭാഗത്ത് പഴയ സിറ്റി എന്ന പേരിൽ വേലികെട്ടി വേർതിരിച്ചിട്ടുണ്ട്. സഞ്ചാരികളായി ആരും എത്തിയില്ലെങ്കിൽ തികച്ചും വിജനമായിരിക്കും ഈ സ്ഥലങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവർ ഈ പൗരാണിക സഭകളുടെ അവശിഷ്ടങ്ങളിലൂടെ കണ്ണീരൊഴുക്കി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൗരാണിക ക്രൈസ്തവ ദേവാലയങ്ങളുടെയും റോമൻ ക്ഷേത്രങ്ങളുടെയും യഹൂദ സിനഗോഗുകളുടെയും പേരും ചരിത്രവും എഴുതി വെച്ചിരിക്കുന്ന ഫലകങ്ങൾ പഴയ പട്ടണങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര വസ്തുതകളെ സാധൂകരിക്കാൻ പരിശുദ്ധ ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങളും ചരിത്ര വിവരണങ്ങളും അവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷപ്പെട്ട കൊത്തുപണികളുള്ള മാർബിൾ തൂണുകൾ വീണ് തകർന്ന് ചിന്നിച്ചിതറിക്കിടക്കുന്നത് എല്ലായിടത്തെയും പതിവ് കാഴ്ചയാണ്. ഈ പൗരാണിക പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് തുർക്കി സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. ഒരു കാലഘട്ടത്തിൽ തീക്ഷ്ണമതികളായ ക്രൈസ്തവർ സത്യവിശ്വാസം പ്രഖ്യാപിച്ച് ഒത്തുകൂടിയ ദേവാലയങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങളിൽ പലതിലും കുരിശാകൃതിയിലുള്ള സ്നാനക്കുളവും മദ്ബഹയും പ്രസംഗ പീഠവുമെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. എഫേസൂസ് ഇന്ന് സെൽജുക്ക് എന്നും സ്മിർന ഇന്ന് ഇസ്മിർ എന്നും പെർഗമം ബർഗാമ എന്നും തയത്തീറ അഗിഷാർ എന്നും സാർദീസ് സാർട്ട് എന്നും ഫിലഡൽഫിയ അലേഷർ എന്നും ഇന്ന് അറിയപ്പെടുന്നു. ലവദോക്കിയ ആധുനിക നഗരമായ ഡെനിസിലിന് അടുത്തായതിനാൽ ഈ നഗരത്തിന്റെ പേരിലും ലവദോക്കിയ അറിയപ്പെടുന്നുണ്ട്. പാത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അവിടെ വെച്ച് തനിക്ക് ലഭിച്ച വെളിപാടുകൾ എഴുതുമ്പോൾ തന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്ന എഫേസു സഭയ്ക്കുള്ള സന്ദേശമാണ് ആദ്യം എഴുതിയത്. അതിനുശേഷം സ്മിർനയ്ക്കും പെർഗമോസിനും എഴുതി. തുടർന്ന് തിയതീറ, സാർദീസ്, ഫിലദൽഫിയ, ലവദോക്കിയ എന്ന ക്രമത്തിലാണ് എഴുതിയത്. ക്രിസ്തു ശിഷ്യന്മാരും ആദിമ സഭാപിതാക്കന്മാരും ജന്മം കൊടുത്ത പരിശുദ്ധ ബൈബിളിൽ പേരെടുത്ത് പറയുന്ന ഏഷ്യ മൈനറിലെ സഭകളുടെ എല്ലാം സ്ഥാനത്ത് ഇന്ന് തലയുയർത്തി നിൽക്കുന്നത് മോസ്കുകളാണ് എന്നത് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട വളരെ വേദന നിറഞ്ഞ വസ്തുതയാണ്. ആ സഭകളുടെ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെ? ചരിത്രത്തിൽ ആ സഭകൾക്ക് സംഭവിച്ച വീഴ്ചകൾ ഇന്നത്തെ സഭയ്ക്ക്, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഏഷ്യ മൈനറിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ ഇന്ന് ഇസ്ലാമിക ഭൂരിപക്ഷമായതെങ്ങനെ? ആ ചരിത്രത്തിന്റെ തനി ആവർത്തനം കേരളത്തിലും സംഭവിക്കുമോ? വെളിപാടിലെ 7 സഭകൾക്ക് സംഭവിച്ച തകർച്ചയുടെ ചില തനി ആവർത്തനങ്ങൾ നമുക്കിന്ന് കേരള സഭയിലും കാണാൻ സാധിക്കുമെന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഥിതനായ കർത്താവായ യേശു ക്രിസ്തു 7 സഭകൾക്ക് നൽകിയ ഈ സന്ദേശങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലെ സഭയ്ക്ക് സുപ്രധാനമായിട്ടുള്ള മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും നൽകുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഗൗരവകരമായ അന്വേഷണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഷെക്കേന ന്യൂസ് നടത്തിയ ഏഷ്യ മൈനർ യാത്രയിലൂടെ വെളിപാടിലെ 7 സഭകൾ, മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും എന്ന പ്രത്യേക പരിപാടിയിൽ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത്. ഇത് വെറും ഒരു ടെലിവിഷൻ പരിപാടിയായി കാണരുത് എന്ന് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു ആത്മീയ തീർത്ഥയാത്രയാണ്. ക്രൈസ്തവ പൈതൃകത്തിന്റെ വേരുകളിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, സുവിശേഷത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര, പരിശുദ്ധ ബൈബിളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര, ക്രൈസ്തവ സഭയുടെ ചരിത്രം കടന്നുപോയ സമാനതകളില്ലാത്ത യാതനകളുടെയും പീഡനങ്ങളുടെയും അധിനിവേശത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും വഴികളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര. പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ തീർത്ഥയാത്രയിൽ നമുക്ക് അണിചേരാം. തുർക്കിയിൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ധീര രക്തസാക്ഷികൾ നമ്മെ ഈ യാത്രയിൽ അനുയാത്ര ചെയ്യട്ടെ. 7 സഭകളിലേക്കുള്ള യാത്രയിൽ നാം ആദ്യം യാത്ര ചെയ്യുന്നത് എഫേസൂസിലൂടെയാണ്. വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപ പീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവന്റെ എഫേസൂസിന് ഇന്നത്തെ സഭയോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.